മത്സ്യമേഖലയിൽ മികച്ച ഇടപെടലാണ് സർക്കാർ നടത്തുന്നതെന്ന് മന്ത്രി സജി ചെറിയാൻ. സംസ്ഥാനത്ത് പുനരുദ്ധാരണ പ്രവൃത്തി പൂർത്തിയാക്കിയ 44 റോഡുകൾ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും മത്സ്യമേഖലയുടെ സർവ്വതോന്മുഖമായ പുരോഗതി ഉറപ്പുവരുത്തുന്നതിനുമായി സർക്കാർ മികച്ച ഇടപെടലുകളാണ് നടത്തിവരുന്നതെന്ന് സാംസ്കാരിക യുവജനകാര്യ വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. സംസ്ഥാനത്ത് നിർമ്മാണം പൂർത്തീകരിച്ച 44 തീരദേശ റോഡുകളുടെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. തീരദേശ മേഖലയിൽ സ്ത്രീ ശാക്തീകരണം, വിദ്യാർത്ഥികളുടെ ഉന്നമനം എന്നിവ ലക്ഷ്യമാക്കി നിരവധി പദ്ധതികളാണ് സർക്കാർ വിഭാവനം ചെയ്തു വരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. മത്സ്യബന്ധന വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ ശ്രീനിവാസ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് ചീഫ് എഞ്ചിനീയർ MA മുഹമ്മദ് അൻസാരി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിന്റെ ഫണ്ടിൽ നിന്നും നിർമ്മാണം പൂർത്തിയാക്കിയ 3 റോഡുകളുടെ ഉദ്ഘാടനമാണ് പൊന്നാനി മണ്ഡലത്തിൽ മന്ത്രി നിർവഹിച്ചത്. 26.70 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച പൊന്നാനി മുനിസിപ്പാലിറ്റിയിലെ ബദരിയ മദ്രസ മുതൽ നാലകത്തെ കുഞ്ഞിബീവി വീട് വരെയുള്ള റോഡും ഡ്രെയിനേജിന്റെ നിർമ്മാണവും 66 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച കാരാർത്തോട് ചെറവല്ലൂർ റോഡ്, 42 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച തെക്കേ തട്ടുപറമ്പ് അള്ളായി മദ്രസ റോഡ് എന്നീ റോഡുകളാണ് പൊന്നാനിയിൽ ഉദ്ഘാടനം ചെയ്തത്. പൊന്നാനി നഗരസഭയിൽ നടന്ന പരിപാടിയിൽ പി നന്ദകുമാർ MLA അധ്യക്ഷത വഹിച്ചു. ശിലാഫലകം MLA അനാച്ഛാദനം ചെയ്തു. പൊന്നാനിയുടെ തീരദേശ മേഖലയിലെ സമഗ്രമായ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് നല്ല പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ റോഡുകളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ കടമനാട് തൂകേതക്കടവ് റോഡിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. അതും ഹാർബർ എഞ്ചിനീയറിംഗിൻ്റെ വർക്കാണ് നമുക്കുണ്ടായിട്ടുള്ളത്. ഇനിയിപ്പോൾ അടുത്ത തിങ്കളാഴ്ച ഇവിടെ കുറ്റിക്കാട് കുമ്പളത്തുപടി റോഡിൻ്റെ ടെൻഡർ നടക്കുകയാണ്. ആ ടെൻഡറിൽ വന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കരാറുകാരനെ കൊണ്ട് ആ റോഡിൻ്റെ പ്രവൃത്തി പൂർത്തീകരിപ്പിക്കാൻ കഴിയും. അതിന് ഡിപ്പാർട്ട്മെൻറ്റ് വളരെ പെട്ടെന്ന് തന്നെ ഇടപെടുമെന്നാണ് പറഞ്ഞത്. തിങ്കളാഴ്ച ടെൻഡർ കിട്ടിക്കഴിഞ്ഞാൽ ആരാണ് കരാറെടുത്തതെങ്കിൽ അതിന് ശേഷം നമുക്ക് അവിടുത്തെ പ്രവൃത്തി വേഗം നടപ്പാക്കാൻ ആവശ്യമായ കൊടുത്തിട്ടുണ്ട്. ഈ ഫിനാൻസ് കുറച്ച് വർക്കുകൾ നമുക്കിവിടെ കോസ്റ്റൽ മേഖലയ്ക്കകത്ത് വരുന്നുണ്ട്. കോസ്റ്റൽ മേഖല എന്ന് പറഞ്ഞാൽ കോസ്റ്റലിലെ ഫണ്ട് കടപ്പുറത്തേക്ക് മാത്രമല്ല എന്ന് നമുക്കറിയാമല്ലോ. കോസ്റ്റൽ ഉൾക്കൊള്ളുന്ന പഞ്ചായത്തുകൾക്കുള്ളതാണ്. അത് ഇവർക്ക് കിട്ടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ മാടഞ്ചേരിക്കോ ആലങ്കോടിനോ. പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം, വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ, മാർജരി പഞ്ചായത്ത് പ്രസിഡന്റ് ബീന ടീച്ചർ, പൊന്നാനി നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ ഷീന സുദേശൻ, ഒ ഷംസു, വെളിയങ്കോട് സ്ഥിരം സമിതി അധ്യക്ഷൻ സെയ്ദ് പുഴക്കര, കൗൺസിലർ സൈഫു പുളയ്ക്കൽ, ഹാർബർ AXC രാജീവ്, മുൻ നഗരസഭാ ചെയർമാൻ CP മുഹമ്മദ് കുഞ്ഞി എന്നിവർ പങ്കെടുത്തു. NCV ന്യൂസ് പൊന്നാനി. Calicut Notebook Fusion Experience with a slice of Malabar. Forum Center Mall, Edappal, Malappuram. We are also at Abu Dhabi, Dubai, Sharjah, Ajman, Qatar and Kochi.